അതെ, ഇത് കേരള പോലീസിനെ പറ്റി കുറിച്ചാണെങ്കിലും ഇതിലിപ്പം മലപ്പുറം പോലീസിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇതൊരു ലാൻഡ്മാർക്ക് കേസാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടില്ല, പ്രോസിക്യൂട്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ഡെലിക്റ്റ്, അതായത് ബോഡി ഓഫ് ക്രൈം ഇല്ല. ബോഡി ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ കോപ്സ് ഇല്ല എന്നല്ല, ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവമില്ല. ഇപ്പോൾ 302 ചാർജ് കൊടുത്ത് 304 പാർട്ട് 2 കൺവിക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് വൺ ഓഫ് ദ റയറസ്റ്റ് സിറ്റുവേഷൻസ് അക്രോസ് കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൺവിക്ഷൻ വരുന്നത്. ഇതിൽ അഫ്കോഴ്സ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. അതിൽ മുൻ SP ശ്രീ സുജിത് ദാസ് IPSൻ്റെ നേതൃത്വത്തിലുള്ള ടീം, ഹി ഹാസ് ഡൺ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ജോബ് ഇൻ ദിസ്. ഇതിലെ ഓരോ പ്രതിബന്ധങ്ങൾ 88-ാം ദിവസം ചാർജ് കൊടുത്ത കേസും കൂടിയാണ്. ഇതിൽ കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടന്നിരിക്കുന്നത്. എൻ്റെ ഇൻസ്പെക്ടറായിട്ട് മലപ്പുറം ഇൻസ്പെക്ടറായിട്ടുള്ള വിഷ്ണു, ഹി ഹാസ് ഡൺ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ജോബ് ഇൻ ദിസ്. സജു ആണ് അന്നത്തെ DYSP ആൻഡ് ഹി സ്റ്റിൽ DYSP ഹിയർ. ഇവരെടുത്തിരിക്കുന്ന എഫേർട്സ് ആർ ഇൻകമ്പാരബിൾ. എവിഡൻസസിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. മൈറ്റോകോൺഡ്രിയൽ DNA ഒന്ന്, ഇറ്റ്സ് എ ഹാർഡ് തിങ് ടു ഗെറ്റ് ത്രൂ ഇറ്റ്. അത് നടത്തിച്ചിട്ടുണ്ട്. ഇതൊരു സമ്മേളനമാണ്. ഇത് കൺവെൻഷണൽ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് അലോങ് വിത്ത് മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ്. കാരണം ഇതിനകത്ത് വി ഹാവ് ഒരാൾ അപ്രൂവറായിട്ട് ടേൺ ഔട്ടായി വരുന്നു, നല്ല രീതിയിലുള്ള ഇൻട്രഗേഷൻസ് നടക്കുന്നു. സോ ലുക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ്, ഇതിൽ ഒരുപാട് പേരോട് നന്ദിയുണ്ട്. ജില്ലാ പോലീസിന് പ്രത്യേകിച്ച്. ഐ റെപ്രസെൻറ്റ് കേരള പോലീസ് ഇൻ ദിസ്. ഇതിൽ SP സുജിത് ദാസ് സർ, എൻറ്റയർ ടീം, ഓഫ് കോഴ്സ് അന്നത്തെ DIG ആയിരുന്നുള്ള പുട്ട വിമലായത്ത് സർ, സ്റ്റേറ്റ് പോലീസ് ചീഫ്, CM ഓഫീസ്, ഒരുപാട് പേരുടെ ഇൻ്റർവെൻഷൻസ് ഇതിനകത്തുണ്ട്. ദിസ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ എസ്. ആൻഡ് ഈ ജഡ്ജ്മെൻറ്റ് ഒരു പാഠമായിട്ട് സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും എന്ന് കരുതുന്നു. വി നീഡ് ടു ഗോ ത്രൂ ഇറ്റ് റിഗാർഡിംഗ് വെദർ ടു ഗോ ഫോർ ഫർദർ തിങ്സ് ഓർ നോട്ട്. താങ്ക് യു. ഷാബാസ് ഷെരീഫ് വധക്കേസിൽ വിധി വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന അന്വേഷണ ഘട്ടമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുമൊപ്പം പ്രോസിക്യൂഷനും സംസാരിക്കുന്നതിന്റെ തത്സമയമാണ്. കൂടുതൽ പ്രതികരണം. വളരെ സന്തോഷമുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ വളരെ വെല്ലുവിളി നേരിട്ട ഒരു കേസായിരുന്നു. കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പസ് ഡെലിക്റ്റ് ഇല്ല. പിന്നീട് അതെല്ലാം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്കൻഡറി എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലും സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. പ്രോസിക്യൂഷൻ വിങ്ങും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും, പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രയൽ സമയത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ നമ്മുടെ വിശ്വാസ് സാറിൻ്റെ സഹകരണം എടുത്തു പറയേണ്ടതാണ്. എല്ലാത്തിലും അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് വിധി. താങ്ക് യു. ഇത് കേരള പോലീസിൻ്റെ വിജയമാണ്. ഇതിലൊരു ടീം വർക്ക്, ശരിക്കും നല്ലൊരു ടീം വർക്ക്, പ്രോസിക്യൂഷനും പോലീസും ഒരുമിച്ച് നിന്ന് ഉള്ളൊരു വിജയമായിട്ടാണ് മനസ്സിലായത്. വളരെയധികം സന്തോഷമുണ്ട്. അതിൽ വേറെ നല്ല മൈറ്റോകോൺഡ്രിയ DNA കേരളത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണ കേസിൽ ആദ്യത്തെ ഒരു ടെസ്റ്റാണ്. ഏകദേശം 5.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. ഗവൺമെൻറ് സപ്പോർട്ട് വന്നു. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, അത് ഇത്ര നല്ല ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, കൃഷ്ണമുരി സാർ പോലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നതും വളരെയധികം ഈ കേസിനെ അനുകൂലമാക്കാൻ വേണ്ടി വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണതിൽ. അതുപോലെ സുജിത് സാറായാലും എൻ്റെ ടീം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പ്രതിസന്ധികൾ, കാരണം തെളിവുകൾ കുറേ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തു. അതുപോലെ തന്നെ ഇവരെ ബന്ധുക്കളായാലും നല്ലൊരു സഹകരണം നമുക്ക് കേസിനായിട്ട്. അത്രയും പാവപ്പെട്ട കുടുംബങ്ങളായിട്ടും അവരൊന്നും അറിയാത്തൊരു കേസ്, ശരിക്കും പുറലോകം അറിയുന്നതന്നെ ഈ തിരുവനന്തപുരത്തൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് പുറലോകം അറിയുന്നതല്ല. അതിനുശേഷം നമ്മുടെ നല്ല ടീം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ്. എല്ലാവരോടും നന്ദിയുണ്ട്, സന്തോഷം. പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എന്നുള്ള പ്രതികരണം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും. അനുമോദ്, CV അനുമോദ് ചേരുന്നു. അനുമോദ്, കടന്നുപോയ വഴികൾ, അന്വേഷണ സംഘം നേരിട്ട വെല്ലുവിളികൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് ആ തരത്തിലുള്ള അന്വേഷണം നടന്നു. അന്വേഷണ സംഘത്തിന് വലിയ അഭിനന്ദനം നൽകിക്കൊണ്ട് കൂടിയാണ് പ്രോസിക്യൂഷൻ പോലും സംസാരിക്കുന്നത്. എങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു അനുമോദ്, ചുരുക്കി?
അപർണ, ഈ ഒരു കേസിന്റെ നാൾവഴി മുതൽ ഇതിന്റെ വിധി വരുന്നവരേക്ക് പോലീസും പ്രോസിക്യൂഷനും എടുത്ത എഫർട്ടുകൾ, അതിന്റെ അധ്വാനങ്ങളും അതിലെ പ്രതിസന്ധികളും ഒക്കെയാണ് ഇപ്പോൾ നമ്മളെല്ലാം തന്നെ കേട്ടത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മൃതശരീരമില്ലാതെ, ശരീരാവശിഷ്ടമില്ലാതെ ഒരു കൊലക്കേസ് കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾ ഇല്ലാതെയായി പോയിട്ട് പോലും അയാൾ മരിച്ചതല്ല, അയാൾ കൊല്ലപ്പെട്ടതാണെന്ന് ആ പോലീസിന്റെ വാദം, അത് പ്രോസിക്യൂഷന്റെ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മൈറ്റോകോൺട്രിയൽ DNA ഫലം തന്നെയാണ്. അത് ഏറ്റവും എക്സ്പെൻസീവാണ്. അത് സാധാരണ കേസുകളിൽ ഉപയോഗപ്പെടുത്താൻ വളരെ പ്രതിബന്ധങ്ങളുള്ളതാണ്. അത് ഈ കേസിൽ അനുകൂലമായിട്ട് ആ മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിന് സഹായകമായി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 3 പ്രതികൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതായത് ഓരോ പ്രതികൾക്ക് എതിരെയും ഓരോ കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരുന്നത്. തട്ടിക്കൊണ്ടുവരുന്നതിന്, അതുപോലെ ഗൂഢാലോചനയ്ക്ക്, അങ്ങനെ പല തരത്തിലുള്ള കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പലർക്കും എതിരെ 2-3 വർഷമായതുകൊണ്ട് തന്നെ ഈ ടെലിഫോൺ രേഖകളും അതിൻ്റെ ടവർ ലൊക്കേഷൻ മറ്റ് സംവിധാനങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായതൊക്കെ മറ്റ് പ്രതികൾക്ക് അല്ലെങ്കിൽ അവർക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുന്നതിന് തടസ്സമായി എന്ന് വേണം കരുതുവാൻ. പക്ഷേ ഒരാളെ തട്ടിക്കൊണ്ടുവന്നു, ഗൂഢാലോചന നടത്തി, അയാളെ കൊന്ന് തെളിവുകളില്ലാതെയാക്കി എന്ന പോലീസിന്റെ ആ കണ്ടെത്തൽ, അത് കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു, കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകം. ഇത് വരാനിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ഇനിയുള്ള കേസുകളിൽ അത് ഏറ്റവും നിർണായകമാകുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇതൊരു നാഴികക്കല്ലാകുമെന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ കേസിലെ നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും CV അനുമോദ് കൂടി മഞ്ചേരി കോടതിയാണ് 3 പ്രതികളെ കുറ്റക്കാരായി ശിക്ഷിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും. നരഹത്യ, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നിവ തെളിയുകയും ചെയ്തിരിക്കുന്നു. പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കേസിന്റെ, നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കേസായിരുന്നു. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയാതെ കൊലപാതകം നടന്ന് 1.5 വർഷത്തിനു ശേഷം ഈ കൊലപാതകമാണ് എന്നുള്ളൊരു വിവരത്തിലേക്ക് കടക്കുകയും ഇത് തെളിയിക്കാനുണ്ട്. അപ്പോഴും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും കുറ്റം തെളിയിക്കുകയും ചെയ്ത ശേഷം കൂടിയാണ്. അങ്ങനെ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.